ഞാനിന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. കാരണം എൻ്റെ പ്രിയപ്പെട്ട ഒരാൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ബിരിയാണി ഉണ്ടാക്കുന്നത്. എൻ്റെ കൂട്ടുകാരി എന്നെ കാണാൻ വരുവാണ് കേട്ടോ. അതും 10 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങളെ നേരിട്ട് കണ്ടിട്ട് അത്രയും വർഷമായേ. അവൾ സൗദിയിലെ നേഴ്സാണ്. ഇടയ്ക്ക് നാട്ടിൽ വന്നിരുന്നെങ്കിലും പക്ഷേ ഞങ്ങൾക്ക് നേരിട്ട് കാണാൻ വേണ്ടി പറ്റിയില്ല. ഈ വീഡിയോ കോൾ വഴി കോൾ ചെയ്യുമെങ്കിലും നേരിട്ട് കാണുന്ന ആ ഒരു ഫീലില്ലേ, അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അവൾക്ക് നല്ലൊരു ബിരിയാണി വെച്ച് വയ്ക്കാമെന്ന്. അവൾക്ക് ചിക്കൻ ബിരിയാണി ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ചിക്കൻ ബിരിയാണി വയ്ക്കുകയാണ്. പിന്നെ ഒന്നും കൂടെ ഉണ്ട് കാരണം, ഈ ബിരിയാണി വെക്കാൻ എൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ ആൾ ചോദിക്കുവേ, എടി റസി നീ തന്നെയാണോ ഈ ബിരിയാണിയൊക്കെ വെച്ച് പോസ്റ്റ് ചെയ്യുന്നതെന്ന്. അപ്പം ഞാൻ തന്നെയാണ് വെച്ച് പോസ്റ്റ് ചെയ്തതെന്ന് അവളെ ഒന്ന് നമുക്ക് മനസ്സിലാക്കി കൊടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലൊരു ബിരിയാണി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവളെ കെട്ടിച്ച് വിട്ടേക്കുന്നത് തൊടുപുഴയിലാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അവൾ ഇടയ്ക്കൊക്കെ നാട്ടിൽ വന്നപ്പോഴാണെങ്കിലും കാണാൻ വേണ്ടിയിട്ട് പറ്റിയില്ല, ഓരോ സാഹചര്യങ്ങൾ കൊണ്ട് പോകാൻ പറ്റിയില്ല. എന്തായാലും ഈ വർഷം കാണണമെന്നുണ്ടായിരുന്നു. അവളുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞ ആഴ്ച. അതിന് പോകണമെന്നൊക്കെ വിചാരിച്ചിരിക്കുമായിരുന്നു. പക്ഷേ ഇവിടുത്തെ മക്കൾക്കൊക്കെ വയ്യായികയൊക്കെ ആയതുകൊണ്ടൊക്കെ പോകാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. എന്തായാലും അവൾ എന്നെ വിളിച്ചിട്ട് ഇങ്ങോട്ട് നിന്നെ കാണാൻ വരുന്നു എന്ന് പറഞ്ഞപ്പം ഒരുപാട് സന്തോഷം. അവളുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേക്കും പോകാൻ പറ്റിയില്ല, അവൾ ഇങ്ങോട്ട് എന്നെ വിളിച്ച് കാണാൻ വരുന്നെന്ന് പറഞ്ഞപ്പം ഒരുപാട് സന്തോഷമായി. അങ്ങനെ അവർക്കൊരു ബിരിയാണിയൊക്കെ സെറ്റായി ദം ചെയ്യാൻ വേണ്ടി വെച്ചു. പിന്നെ അവർ വന്ന് കേട്ടോ. വന്ന് ഞങ്ങൾ ഒത്തിരി നേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് അവർക്ക് ഇതാ ബിരിയാണി ചൂടോടുകൂടി അങ്ങ് സെർവ് ചെയ്യുകയാണ്. നല്ല ബിരിയാണിയാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്രൂവൽ കിട്ടി. അങ്ങനെ ആളും ഹസ്ബൻഡും കുഞ്ഞും കൂടെയാണ് വന്നത്. കുഞ്ഞ് വന്ന പാടെ ഉറങ്ങുമായിരുന്നു. പിന്നെ അവനെ കട്ടിലേ കൊണ്ട് കിടത്തി. ഇവളുടെ കാര്യം പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് കേട്ടോ. ഞങ്ങൾ അടുത്തടുത്ത വീടുകളിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. ഇവരുടെ വീട്ടിൽ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും ഞാനും ചെല്ലും, എൻ്റെ വീട്ടിൽ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും ഇവളും വരും. അങ്ങനെയാണ് ഞങ്ങൾ കഴിഞ്ഞുകൊണ്ടിരുന്നത്. പിന്നെ വലുതായപ്പോൾ അവൾ നഴ്സിംഗ് പഠിക്കാൻ പോയി, ഞാൻ ഡിഗ്രിക്ക് പോയി. അങ്ങനെ ഞങ്ങൾ സ്പ്ലിറ്റായി പോയി. പിന്നെ വീഡിയോ കോളൊക്കെ വഴി അങ്ങ് കാണുക, അത് തന്നെ ഉള്ളായിരുന്നുള്ളൂ. ഇതാ അവളുടെ മോനാണ് കേട്ടോ, 1 വയസ്സായി കഴിഞ്ഞ ആഴ്ച. അങ്ങനെ ഇതാ നമ്മൾ കുഞ്ഞാവിനെയൊക്കെ കുറേ നേരം എടുത്തിരുന്നു. പിന്നെ അവരങ്ങ് പോയി കേട്ടോ.